ഹായ് മക്കളെ, എല്ലാവരും വളരെയധികം ടെൻഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി നേരിടാൻ പോകുന്നത് SSLCയിലെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്ന വലിയൊരു എക്സാം തന്നെയാണ്. ഹാഫ് ഇയർലി എക്സാം തന്നെയാണ്. പക്ഷേ ഈ വേർഡിൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഹാഫ് ഇയർലി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പകുതിയെ പഠിക്കാനുള്ളൂ, അല്ലെങ്കിൽ പകുതി എത്തിയിട്ടേ ഉള്ളൂ എന്നൊരു ചിന്തയാണ് ഇവിടെ വരുന്നൊരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മുന്നിൽ ഇനി പബ്ലിക് എക്സാമിന് വെറും 3 മാസങ്ങൾ മാത്രമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമീൻ സാർ, നിങ്ങൾ കാണാൻ നിങ്ങളുടെ സോഷ്യലിലെ പ്രിയപ്പെട്ട ഫാക്കൽറ്റിയാണ്. അപ്പോൾ അമീൻ സാറൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷനുകൾ അനുഭവിച്ച ഒരാളായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാ കുട്ടികളും ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ടെൻഷൻ അനുഭവിക്കാത്ത 2 വിഭാഗം ആളുകളുള്ളൂ. ഒന്നെങ്കിൽ ഭയങ്കര പഠിച്ച്, അതായത് അത്ര കോൺഫിഡൻറ്റോട് കൂടി പഠിച്ച ഒരാൾക്കും ഒന്നും പഠിക്കാത്ത ആൾക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അല്ലാത്ത ആളുകൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ബട്ട് നിങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, നിങ്ങൾ എന്തൊക്കെ പഠിച്ചത് ആ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അമീൻ സാർ അന്ന് നേരിട്ട പ്രശ്നങ്ങൾ ക്രിസ്മസ് എക്സാമിന്റെ ആയിരിക്കും. അതെ, തീർച്ചയായും. സ്വാഭാവികമായിട്ട് ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കലാമേളകൾ, കായിക മേളകൾ, ഒരുപാട് പരിപാടികൾ വരുന്ന സമയമാണ്. ഒട്ടുമിക്ക കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ആ പരിപാടികൾ പങ്കെടുക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നതോടെ എനിക്ക് ക്ലാസ്സുകൾ മൊത്തം മിസ്സാവും, നോട്ടുകൾ എഴുതാൻ ടൈം കിട്ടാറില്ല. സ്വാഭാവികമായിട്ട് ക്രിസ്മസ് എക്സാം വരുമ്പോഴത്തേനും നമ്മൾ പേടി കൂടുകയാണെന്നുണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് അറിയത്തില്ല. ക്ലാസ്സുകളും, അതായത് സ്കൂളുകളിലൊക്കെ ഈ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് പല ക്ലാസ്സുകളിലും കുട്ടികൾ ഉണ്ടാകാത്തത് കൊണ്ടും ടീച്ചേഴ്സ് ചിലപ്പോൾ ക്ലാസ് എടുക്കണമെന്നില്ല. ഇനി എടുക്കുന്ന ക്ലാസ് തന്നെ തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് ഓടിച്ചോടും. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഒക്കെ 9 ചാപ്റ്റേഴ്സ് പഠിക്കാണ്ടല്ലേ? 9 ചാപ്റ്റേഴ്സ്, അതായത് 5 ചാപ്റ്റേഴ്സ് നമുക്ക് എയിൽ കിടക്കുന്നുണ്ട്, ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്, 4 ചാപ്റ്റർ മറ്റേൽ വരുന്നുണ്ട്. ഈ 9 ചാപ്റ്റേഴ്സ് ഒരു അധ്യാപകനെ എടുക്കേണ്ടി വരും സ്കൂളുകളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല സ്ട്രഗിൾ എടുത്തിട്ടാണ് അവർ ചാപ്റ്റേഴ്സ് മൊത്തം തീർക്കുന്നത്. മകളെ, അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ട്യൂഷന് പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരോട് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ രാവിലെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ട്യൂഷനൊക്കെ പോകുന്ന സമയത്ത് തന്നെ മെൻ്റലി നിങ്ങൾ ടയേർഡാണ്. അതായത് ക്ലാസ്സിലെത്തുന്നു, ട്യൂഷനൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, പക്ഷേ അവിടെ നിന്നും എടുക്കുന്നത് ശ്രദ്ധിക്കണമല്ലോ എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പലതും തലേ കയറാത്ത ആളുകളുണ്ട്. ഇവിടെയാണ് ഈ പറയുന്ന ഒരു നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 10-30 ദിവസങ്ങളാണ് മാക്സിമം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുള്ളത്. അപ്പോൾ സാറേ, നമ്മൾ സൈലത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൈലം ക്ലാസ് ഈ വീഡിയോ ഒക്കെ കാണുന്ന കുട്ടികൾക്ക് വേണ്ടി സൈലം ഒരുക്കി വെച്ചൊരു ബിഗ് സർപ്രൈസ് ഉണ്ട്. അത് എന്നാ ലോഞ്ച് ചെയ്ത് നമ്മൾ? അത് നാളെ നമുക്ക് ഞായറാഴ്ചയാണ് അതിന്റെ ലോഞ്ചിങ് വരുന്നത്. മക്കളെ, നിങ്ങൾക്ക് കിടിലം എങ്ങനെ പഠിക്കണം, ഇനിയുള്ള 30 ദിവസത്തിൽ എങ്ങനെ പഠിച്ചിട്ട് നമ്മൾ മുന്നേറണം, അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളത് നാളത്തെ ലോഞ്ചിൽ നമ്മൾ പറയുന്നതാണ് സാർ. എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്. മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സോഷ്യൽ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൃത്യമായുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നൽകുകയാണ്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും കൂടി വരാം. ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയുന്നു, ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ++ ഒന്നും കിട്ടാൻ പോകുന്നില്ല. യാതൊരു സംശയവും വേണ്ട കേട്ടോ. ഈ വരുന്ന 10-25 ദിവസങ്ങളോളം നമുക്ക് ബാക്കിയുണ്ട്. ആ 25 ദിവസങ്ങളോളം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചു വെച്ചോ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർഗം. ഏകദേശം 50% ചാപ്റ്റേഴ്സ് കിടക്കുന്നത് ഈ എക്സാമ്പിളിലാണ്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂളാണ്. ഒരു കാര്യം കൂടി പറയട്ടെ മക്കളെ, ഈ പറയുന്ന ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പബ്ലിക് എക്സാമുകൾക്ക് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരമല്ല. പിന്നെ നിങ്ങൾ എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ തലേന്നാണെങ്കിൽ ഇത് റിവൈസ് ചെയ്യാം. കാരണം ഓണം എക്സാമിന് അവിടെ മാറ്റി വെച്ച ചാപ്റ്റേഴ്സ് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അത് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാനൊന്നുമില്ല, പക്ഷെ അത് നമുക്ക് ഇനി പബ്ലിക് എക്സാമിൽ അല്ലെങ്കിൽ മോഡൽ എക്സാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ്, അതായത് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള ഏറ്റവും നല്ല ചാപ്റ്റേഴ്സ് ആണ് ഈ 25 ദിവസങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. കട്ടൊക്കെ കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അത് കമൻറ്റ് ചെയ്യുക. ഇസ്മി ഷാഹിദ് റംസാനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട അമീൻ സാർ.